ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ, ദൈവസ്നേഹമാകുന്ന ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ, ആ സ്നേഹത്തിനാണ് വാസ്തവത്തിൽ തീ എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് കിട്ടുന്നതായ ഒരു അവർണ്ണനീയമായ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായ വലിയൊരു സ്നേഹം. ഇപ്പോൾ ഇവിടെ ഒരു വെടിമരുന്നിരിക്കുന്നു, അങ്ങനെ ഒരു പടക്കം വിചാരിക്കുക. പടക്കം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, തൊട്ടിപ്പം ഇങ്ങനെ ഒരു തീ നിൽക്കുകയാണ്. ഇത് തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ചാടിപ്പിടിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ചെറു പ്രായമെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അപകടത്തിലേക്ക് പോകാവുന്ന, എന്തിനേയും ചാടിപ്പിടിക്കുന്ന ഒരു പ്രായമാണ് നമ്മുടെ കൗമാര പ്രായം എന്ന് പറയുന്നത്. കാരണം ഒരു 13 വയസ്സാകുമ്പോഴേക്കും ഈ ഹോർമോൺ ചേഞ്ച് തുടങ്ങും. ശരീരത്തിൻ്റെ ഘടനയിലേക്കെല്ലാം മാറ്റം വരാൻ തുടങ്ങും. അത് നമ്മുടെ ഭാവങ്ങളിൽ വരും, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും പ്രകടനങ്ങളും അത് വരാൻ തുടങ്ങും. എന്തും ചാടിപ്പിടിക്കാവുന്ന ഒരു പ്രകൃതം. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹവും നമ്മെ ചാടിപ്പിടിക്കുന്നത്. അത് സ്വർഗത്തിലെ ദൈവം തരുന്നതായ ഒരു സൗജന്യമായ കൃപയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ആൺകുട്ടികളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിലും ആരും ആരെക്കാളും കേമനൊന്നുമല്ല. പെൺകുട്ടികളാണെങ്കിലും നിങ്ങളെല്ലാം അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുവെങ്കിലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് പലതും ഒന്ന് തന്നെയാണ്. പക്ഷേ തുറന്ന് ചോദിക്കാനോ പറയാനുള്ള ഒരു മടി, അതിൻ്റെ ഒരാവശ്യമില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ടൊരു 32 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഒരു ചെറിയ യങ്മൻ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരിക്കൽ അതിൽ 12 പേരേ ഉള്ളൂ. ഞങ്ങൾ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ചെറുപ്പക്കാർ. അതിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്വപ്നത്തിൻ്റെ മേൽ ജയമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കർത്താവ് എനിക്ക് സ്വപ്നത്തിൻ്റെ മേൽ ജയം തരുന്നു. അത് വാസ്തവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഉള്ളം അങ്ങ് വിങ്ങുകയാണ്. അന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഏതാനും പേര് ഞങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അതെങ്ങനെയാണ് നീ സാധിച്ചെടുത്തത്? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ പറയാനിടയായി. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവത്തിന് സ്തോത്രം, ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. 29 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി ഒരു 10 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ആളുകൾ വന്നു. സംഘടന, സാമുദായിക നേതാക്കന്മാരുണ്ട് ഉണ്ടല്ലോ. ഞാൻ നായർ കുടുംബത്തിൽ നിന്ന് ആളായതുകൊണ്ട് ചില സംഘടനകളും സാമുദായിക നേതാക്കന്മാരും ഒരു 15 പേരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർ വന്നു. അവർ എന്നോട് പറഞ്ഞു, നിൻ്റെ ഈ പെങ്ങന്മാർ പെന്തിക്കോസ്തിൽ പോയി, അവർക്ക് അതേ അറിയാൻ പാടുള്ളൂ. നീ ഒരാൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്നാൽ നമുക്ക് ഈ വിശ്വാസമൊക്കെ കൈകാര്യം ചെയ്യാം. ഞാൻ അന്ന് വരെയും ഒരു സുവിശേഷം കേട്ട ഒറ്റയ്ക്ക് പ്രാവശ്യം കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയുകയില്ല. കാരണം ഒരു കൺവെൻഷൻ പന്തലിൽ ഞാൻ ഒരിക്കൽ പലരുടെയും നിർബന്ധപ്രകാരം, എൻ്റെ പെങ്ങളുടെയൊക്കെ നിർബന്ധപ്രകാരം, ഞാൻ മുറുക്കി ചുമപ്പിച്ച പല്ലും ബീഡി വലിച്ച് പൊള്ളിയ ചുണ്ടും പാറിപ്പറന്ന മുടിയുമായി ഞാൻ ആ കൺവെൻഷൻ പന്തലിൻ്റെ പുറകിൽ പോയിരുന്നു. ചിലർ സ്തോത്രം പറയുന്നത് എനിക്ക് സഹിച്ചില്ല, ചിലർ കരയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കൈവെക്കുന്നത് ഞാനിങ്ങനെ തല താഴ്ത്തിയിരുന്നത് ഇങ്ങനെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും എൻ്റെ ഹൃദയത്തിൽ തൊട്ടതായിട്ട് പോലും ഓർമ്മയില്ല. പക്ഷെ അന്ന് രാത്രി അവരെന്നോട് വന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അന്ന് വരെയും ബൈബിൾ വായിക്കാത്ത, അന്ന് ആകെ ഒരു സുവിശേഷ പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് അവരെന്നോട് പറഞ്ഞു, നീ ഒരാൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്നാൽ ഈ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തുകൊണ്ടോ അത് എന്താണ് എന്ന് എനിക്കിന്നും മറിഞ്ഞു കിടക്കുന്നൊരു സത്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഈ ഭൂമിയിൽ വെച്ച് നമുക്കത് പലതും ഈ ഭൂമിയിൽ വെച്ച് മനസ്സിലാകില്ല. എന്നാൽ ഒരു നാൾ പളുങ്കുകടൽ നദീതീരത്തൂടി സ്വർഗീയ ദൂതന്മാരുടെ മധ്യത്തിലൂടി രാജാതിരാജനായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ, ഇന്ന് കടങ്കഥയായി നിൽക്കുന്ന കർത്താവേ, നീ എന്നെ എന്തുകൊണ്ട് ഇത്ര സ്നേഹിച്ചു എന്നുള്ള ചോദ്യത്തിന് അന്ന് കർത്താവ് നമുക്ക് മറുപടി തരും. നമുക്ക് ആ മറുപടി അന്ന് കേട്ടാൽ മാത്രം മതി. അന്ന് അറിയാതെ എൻ്റെ നാവ് കൊണ്ട് ആ തീ, സ്വർഗസ്നേഹമാകുന്ന തീ എന്നെ ചാടി കടന്നു പിടിച്ചു.
അതിനു മുമ്പ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി, ഒരു കൂട്ടുകാരുടെ ഇടയിൽ ആളാകാൻ വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം സ്വർഗത്തിലെ തീ ചാടി കടന്നു പിടിച്ചു. അന്ന് എനിക്ക് 22 വയസ്സാകുന്നേ ഉള്ളൂ, എൻ്റെ പെങ്ങന്മാർക്ക് 20 വയസ്സാകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ കാലങ്ങളിൽ അദർശനായ ജീവനുള്ള ദൈവം അപ്പനായി കൂടെ വന്ന കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്നും ഇവിടെ നിന്നെല്ലാം യാത്ര പോകുന്നത് ഒറ്റയ്ക്കാണ്. തിരുവനന്തപുരത്തെ ഇപ്പോൾ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ അന്നില്ലല്ലോ. എന്നാൽ എല്ലാം അപ്പനും അമ്മയും കൂടെ പോയില്ലെങ്കിലും, ആരും കൂടെ ഇല്ലെങ്കിലും എല്ലാം നടത്തുന്നൊരു ദൈവമുണ്ട്. അച്ഛൻ ആത്മഹത്യ ചെയ്ത ശേഷം ഞങ്ങൾ 3 മക്കൾ, അമ്മ വിധവയായ അമ്മ, ഒരു സാധുവായ സ്ത്രീ. ബാങ്കിൽ പോകുന്നത് എങ്ങനെ അറിഞ്ഞുകൂടാ, ചെക്ക് എഴുതുന്നത് എങ്ങനെ അറിഞ്ഞുകൂടാ, ഒരു കാര്യം അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നെനിക്ക് 55 വയസ്സായി. 22ാമത്തെ വയസ്സിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ കടന്നു പിടിക്കുന്നത്. 33 കൊല്ലങ്ങൾക്ക് ശേഷം എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, വിശ്വസ്തനായ ഒരു ദൈവം, വിശ്വസിക്കാൻ കൊള്ളാകുന്നൊരു ദൈവം, പിൻപറ്റാൻ കൊള്ളാകുന്നൊരു ദൈവം, ഒരു നല്ലവനായ ദൈവം. ഞാനും എൻ്റെ 2 പെങ്ങന്മാരും അപ്പുറത്തെ മുറിയിൽ അച്ഛനമ്മയെ ഇങ്ങനെ ടപ്പൂന്ന് വെച്ച് അടിക്കുന്ന ഒച്ചയാണ്. അത് കേൾക്കുമ്പോൾ അമ്മയുടെ ഏങ്ങലടി കേൾക്കാം. ഞങ്ങൾ പേടിച്ചിരുന്ന് ഞങ്ങളുടെ ബാല്യകാലം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അത് ഏത് ഭാവത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിന് സ്തോത്രം, എത്രയോ സമാധാനത്തോടെ, എത്രയോ സന്തോഷത്തോടെ ജീവിക്കാനിടയായി. എല്ലാം കൃപ, എല്ലാം ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ട്, ശരിയാണ്, അവർ കൗമാരപ്രായത്തിൽ പോയി ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർ ശരിയാണ്, ചിലപ്പോൾ മത്സരിച്ചിട്ടുണ്ട്, പിറകോട്ട് പോയിട്ടുണ്ട്, ഒന്നും മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതിനെല്ലാം വിരുദ്ധമായി ജീവിച്ചിട്ടുണ്ട്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പലരും പിന്മാറിപ്പോയ കാലത്ത് അന്ന് ദൈവത്തോട് എടുക്കാൻ വന്നു. പക്ഷെ പിന്നെയും എന്താണ്, ചില ചോദ്യങ്ങളുണ്ടായിരുന്നു ഉള്ളിൽ. പ്രിയപ്പെട്ടവരെ, ചോദ്യങ്ങളുള്ള പ്രായമാണ് കൗമാരപ്രായം. ഉള്ളിൽ എന്നും ചോദ്യങ്ങളാണ്. പക്ഷെ ആരോടും ചോദിച്ചില്ല. എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം അതാത് സമയത്ത് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ ക്രിസ്തു നിമിത്തം ഭോഷ എന്നറിയപ്പെടാൻ ജീവിതം സമർപ്പിച്ച ഒരാളാണ് എന്ന്. നാം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ കഴുത്തിൽ എന്നും ഉണ്ടായിരിക്കണം. കാരണം സ്കൂളിൽ പോകുന്ന ആദ്യ ദിവസം തന്നെ, ജോലി സ്ഥലത്ത് ചെല്ലുന്ന അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ നാം മറ്റുള്ളവരോട് വ്യക്തമാക്കിയിരിക്കണം, ഞാൻ ആരാണ്, ഞാൻ എന്തെല്ലാം പറയും, ഞാൻ എന്തെല്ലാം കാണും, ഞാൻ എന്തെല്ലാം കേൾക്കും, ഞാൻ ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടും, ഞാൻ എന്തിനെല്ലാം വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു. വ്യക്തമായ ഒരു ഐഡൻറ്റിറ്റി നാം കാത്തു സൂക്ഷിച്ചേ പറ്റൂ. കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്ന FACT-യിൽ അവിടെ ഒരു 3 പേരങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ, ശരിയാണ്, ഞാൻ അവരുടെ മേലുദ്യോഗസ്ഥനാണ്, പക്ഷേ അതിലൊരാൾ വളരെ മോശമായൊരു വാക്ക് എന്തോ പറഞ്ഞു എനിക്ക് തോന്നി. അപ്പോൾ മറ്റ് 2 പേരും, അവരും നല്ലതുപോലെ ചീത്ത വാക്കുകളൊക്കെ പറയുന്നതാണ്, പക്ഷെ അവർ വേഗം അദ്ദേഹത്തെ തടയുകയാണ്. കാരണം സാർ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, ഞാൻ അവരുടെ സാറായതുകൊണ്ടല്ല, അവർക്കറിയാം ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു ദൈവത്തിൻ്റെ വചനം പറയുന്നയാളാണ്. അതുകൊണ്ട് മറ്റു മനുഷ്യർ പോലും അവരെ തടയുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെല്ലാം കൗമാരപ്രായത്തിലും ബാല്യപ്രായത്തിലും എല്ലാം, അല്ലെങ്കിൽ ജോലി കിട്ടിയ കാലത്തല്ല, ഞാൻ ആദ്യമായിട്ട് എനിക്ക് ജോലി കിട്ടിയ ഒരു ജോലി എറണാകുളത്ത് ജിയോ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. ജോലിക്ക് ചെന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി അവിടെയുള്ള പലരും വളരെ മോശമായ സ്വഭാവമുള്ളവരാണ്. പിറ്റേ ദിവസം ഞാൻ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ കൊണ്ടുപോയി, ഞാൻ അവിടെ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ രാവിലെ എല്ലാവരും വന്നിട്ട് അവർ തമ്മിൽ ചോദിച്ചു, ഇത് ആരുടെയാണ് ബൈബിൾ? അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെയാണ്. അപ്പോൾ നീ, കാരണം എൻ്റെ പേര് അന്നും ഇന്നും എൻ്റെ ഔദ്യോഗികമായ പേര് പഴയ പേര് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ്. പ്രിയപ്പെട്ടവരെ, അതോടുകൂടി നമ്മുടെ അടുക്കിലേക്ക് ആളുകൾ വരുന്നത് കുറവായി, നമ്മുടെ അടുക്കൽ വേണ്ടാത്ത സംസാരങ്ങളില്ലാതെയായി, ഒരു വലിയൊരു അതിർവരമ്പ് എല്ലാ കാര്യങ്ങളിലും വരാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ ഇപ്പോൾ നാം ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നതായ ദൈവസ്നേഹം അത് ആളി കത്തി പടർന്ന് യൗവനക്കാരിലൂടെ എല്ലാം കത്തിപ്പടർന്നാൽ
നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വലിയ ഭാവിയുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരിൽ നിന്നുകൊണ്ടാണ് ദൈവസ്നേഹം എക്കാലത്തും വ്യാപരിച്ചിട്ടുള്ളൂ. ശരിയാണ്, നമുക്ക് പഠിക്കാം, ബൈബിൾ കോളേജിൽ പോയി പഠിക്കാം, പഠിത്തം നല്ലതാണ്, അറിവ് നല്ലതാണ്. പക്ഷേ അതിൻ്റെ എല്ലാം അപ്പുറത്ത് ദൈവത്തിന് സ്തോത്രം, സാമുവേൽ മോറിസ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ബാലനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. എവിടെയെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ ഇത്രയും പറയും, യേശുക്രിസ്തു സ്നേഹമാകുന്നു, യേശുക്രിസ്തു സ്നേഹമാകുന്നു. ഈ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന് ആളുകളങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങും. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം കടന്നു വരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ പെങ്ങൾ അന്ന് കോതമംഗലം കോളേജിൽ 2 പെങ്ങന്മാരും കയ്യിൽ ഉറക്കഗുളികയുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ളത്. അവരങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഏതാനും പേര് പറഞ്ഞു, ഒരു ചെറിയൊരു ബൈബിൾ ക്ലാസ് ഉണ്ട്. അങ്ങനെയാണ് ആദ്യമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാനിടയായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം ഈ തലമുറയിൽ മാറ്റി നിർത്തിയാലും, ഒരാവശ്യം വരുമ്പോൾ, ഒരു കാര്യം വരുമ്പോൾ, പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളരികിലേക്ക് കർത്താവ് ആളുകളെ കൊണ്ടുവരും. നിങ്ങൾക്ക് പറയാൻ ദൈവസ്നേഹം നിങ്ങളുടെ ചങ്കിലും നിങ്ങളുടെ നാവിലും ഉണ്ടെങ്കിൽ കേൾക്കാനുള്ള ചെവി കർത്താവ് അടുക്കൽ കൊണ്ടുവന്ന് തരും. ആവശ്യക്കാരെ കർത്താവ് കൊണ്ടുവന്ന് തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവസ്നേഹം വ്യാപരിക്കാനും നമ്മുടെ ഈ വചന ശുശ്രൂഷയിലൂടെ അനേകർ ക്രിസ്തുവിനെ കണ്ടെത്താനും എല്ലാം മുഖാന്തരമാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക. സ്വർഗീയ രാജാവേ, എന്നിൽ തീ കത്തിക്കുക. തീ കത്തുമ്പോൾ ഈ പ്രാണികളും, അയ്യോ ചെല്ലെന്ന് പറയും, നീ മോളെ നീ എന്ത് അടക്കോതക്കമുള്ള കുട്ടിയാണ്, അല്ല മോനെ നീ ഈ തലമുറയിൽ എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന നല്ല സൂത്രങ്ങളും ചക്കരവാക്കുകളും കൗശലവാക്കുകളെല്ലാം പറഞ്ഞ് നമ്മെ വശീകരിക്കാൻ നോക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, അതെല്ലാം ശരിയാണ് കേട്ടോ, ശരിയാണ്. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ വീടിനടുത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. അതിൻ്റെ ഏതാണ്ട് പുറകിലാണ് എൻ്റെ വീട്. അവിടെ ആ കുട്ടികൾ കനാൽ പാലത്തിലിരുന്നും കടകളിലിരുന്നും എല്ലാം, ഈ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ സമൂഹമാണല്ലോ, അവരെല്ലാം ചെയ്യുന്നതായ കാര്യങ്ങൾ. എൻ്റെ അടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അവിടെ നിന്ന് പോകുന്ന കുട്ടികൾ. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ അതിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ ഒരു ദുഷ്ടചിന്ത വരാൻ ഇടവരുത് എന്നുള്ളത് കൊണ്ടാണ് അത്രയും കരുതി പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരാൾ ചിന്തിക്കുക, അയ്യോ എനിക്ക് അങ്ങനെയൊക്കെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെങ്കിലും ചിന്തിച്ചു പോയാൽ അതും ദോഷമാണ്. പക്ഷേ അങ്ങനെ ഒരു തലമുറയിൽ ഞാൻ ഓർക്കാറുണ്ട്, കർത്താവേ, നമ്മുടെ ഈ കുട്ടികൾ, ഞങ്ങളുടെ ഈ കുട്ടികൾ എങ്ങനെ ഇതെല്ലാം ഒന്ന് കടന്നു പോകും. പലരും പറയും, ശരിയാ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് വ്യക്തമായ ഒരു തീരുമാനമില്ലാത്തത് കൊണ്ട്. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു 3 ബാലകന്മാരെ പറ്റി പറയുന്നുണ്ട്. തന്നെ ഇരിക്കുമ്പോൾ, നിങ്ങൾ തന്നെത്താനെ നടക്കുമ്പോൾ, കോളേജിൽ സ്കൂളിൽ നടക്കുമ്പോൾ നിങ്ങളൊരു പാട്ട് പാടി നോക്കൂ. ഉദാഹരണം, തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക, നിങ്ങൾ പാടുന്നു. നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും ഏതോ ഒരു ദൈവസ്നേഹത്തിൻ്റെ വ്യാപാരം. അല്ല, നിങ്ങൾ അല്പം അലസമായിട്ടിരിക്കുമ്പോൾ മൊബൈൽ ഷോർട്സ് എടുത്തു, അല്ലെങ്കിൽ റീൽസ് എടുത്തു, യൂട്യൂബിലേക്ക് നോക്കി, തെറ്റുള്ള ഒന്നിലേക്ക് നോക്കിയില്ല. പക്ഷെ അതൊരു മാസ്മരിക ലോകമാണത്. എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ മനസ്സും ചിന്തകളും എല്ലാം വേറൊരു ലോകത്തിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ വശീകരിക്കാൻ നിൽക്കുന്നതായ ലോകത്താണ് നാം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. കർത്താവേ, അത് ഞങ്ങൾ ഇത് ഓരോ ശുശ്രൂഷയിലും ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ചില ദിവസത്തെ കൂടിവരവുകൾ, ചില ചിന്തകൾ, ചില പ്രാർത്ഥനകൾ, ചില ചെയിൻ പ്രയറുകൾ നമ്മെ മാറ്റിമറിക്കാൻ മതിയായതാണ്. നാം ഇപ്പോൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഇന്ന് ഈ ദിവസം എന്നെ നീ മാറ്റിമറിക്കുന്നതായ ദിവസമായി തീരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹമെന്ന് കത്തുന്നതായ ഒരു ദിവസമായി തീരണമേ. ഇവർ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞോളൂ. കർത്താവ്, എന്താണ് ക്രിസ്തുവിനെ സ്നേഹിക്കുക? ആരാണ് ക്രിസ്തു? യേശുക്രിസ്തു അതൊരു യാഥാർത്ഥ്യമാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ യാഥാർത്ഥ്യത്തെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഉള്ളം കോരിത്തിരിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ട് ദിവസം 5 സിനിമ വരെ കണ്ട കാലങ്ങളുണ്ട്. എന്നാൽ മുഴങ്കാലിൽ ഇന്നും അതെ, മുഴങ്കാൽ മടക്കിയിരുന്ന് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും രാത്രിയൊക്കെ യാത്ര പോയിട്ട് ചിലപ്പോൾ 2 മണിക്കായിരിക്കും, വയനാടൊക്കെ പോയാൽ 2 മണിക്കായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 3 മണിക്കായിരിക്കും വരുന്നത്. എന്നാലും ഒന്ന് കുളിച്ചിട്ട് ഈ ബൈബിളുമായി കർത്താവിൻ്റെ പാദപീഠത്തിൽ അങ്ങ് പോയിരിക്കുമ്പോഴേക്കും ഉറക്കമെല്ലാം മാറിപ്പോകും. എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പെങ്ങള് 2 പേരും പഠിക്കാൻ ആഗ്രഹം. എങ്ങനെ പഠിക്കും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഒന്നും അറിഞ്ഞുകൂടാ.
പക്ഷെ ദൈവം എല്ലാം മനോഹരമായി നടത്തി. MSc, MPhil, B.Ed, PhD എല്ലാം എടുത്തു. മറ്റേ പെങ്ങൾ ഇവിടെ ഡൻ കയറി ജോലി ചെയ്ത സമയത്താണ് ജോൺ സാർ പറഞ്ഞു തീർച്ചയായും പഠിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പഠിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പെങ്ങളെ ഓരോ കോളേജുകൾ കൊണ്ടുപോയി ചേർക്കാൻ നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഒരു B.Tech എടുക്കണമെന്ന്. ഇന്ന് B.Tech എടുക്കുന്നു അത്ര വലിയ കാര്യമല്ല, പക്ഷേ അന്നത്തെ കാലത്ത് ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും സാധിച്ചില്ല. എന്നാൽ ജോലി കിട്ടി. 36-ാമത്തെ വയസ്സിൽ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ B.Techന് പോയി ചേർന്നു. ഓരോ പരീക്ഷ കയറുന്നതിന് മുമ്പ് ഞാൻ ജോൺ സാറിനെ വിളിക്കും, എനിക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രോത്സാഹനങ്ങളെല്ലാം തരുന്ന ദൈവവും ദൈവത്തിൻ്റെ മക്കളുമുണ്ട്. ഹൃദയത്തിൻ്റെ നല്ല ആഗ്രഹങ്ങളെ തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഒരു സ്വപ്നങ്ങളും ഒരു നല്ല ആഗ്രഹവും ദൈവം തടുത്ത് കളയുകയില്ല. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ചിന്ത, അയ്യോ കർത്താവ്, എനിക്ക് നല്ല വിവാഹം കഴിക്കണമെന്നുണ്ട്, നല്ല ജോലി കിട്ടണമെന്നുണ്ട്, നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നുണ്ട്, നല്ലൊരു കാർ വാങ്ങിക്കണമെന്നുണ്ട്, നല്ല ആഗ്രഹങ്ങൾ. ഞങ്ങളെല്ലാം 2 കരം ഉയർത്തിക്കൊണ്ട് പറയും, ഇതാ ഒരു നല്ലവനായ ദൈവം, ഒരു സ്നേഹവാനായ ദൈവം, മനുഷ്യൻ്റെ ഒരു നല്ല ആഗ്രഹത്തെയും തടുത്ത് കളയാത്ത, ഒരു നല്ല ആഗ്രഹങ്ങളും നമുക്ക് തരാതെ ഒന്നും നമുക്ക് മുടക്കിക്കളയാത്ത ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം അപ്പുറത്താണ് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം. ചേർന്ന് പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ദൈവത്തിന് തീ കത്തിക്കുക. എന്താണ് നാം പാടുന്നത്? ഇങ്ങനെ ഒരു വിളക്ക് നിൽക്കുന്നു, അതിലേക്ക് സ്വർഗത്തിലെ ദൈവം തീ കത്തിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹത്തിൻ്റെ തീ, അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത് അനുഭവിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയൊരു അനുഭവമായിട്ട് മാറും. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. 3 ബാലകന്മാർ അവരെ തീയിലേക്ക് ഇടുന്ന ഒരു സംഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നിങ്ങൾ ബൈബിൾ വായിക്കണം. ദിനം പ്രതി ബൈബിൾ വായിക്കണം. വായിച്ചു കേൾക്കാം. നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. അന്നത്തെ ബാബിലോൺ സാമ്രാജ്യം ഭരിക്കുന്നതായ നെബൂഖദ്നേസർ രാജാവിനോട് ഈ ബാലകന്മാര് പേരാണ് രാജാവേ എന്ന് പോലും വിളിക്കുന്നില്ല. നെബൂഖദ്നേസറേ എന്ന് പേര് വിളിച്ചുകൊണ്ട് പറയും, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഏത് കാര്യത്തിൽ? അന്ന് നിങ്ങൾക്കറിയാമല്ലോ, വലിയ തീയങ്ങ് ചൂട് പിടിപ്പിച്ചു. ആ തീച്ചൂളയിലേക്ക് രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് കൽപ്പന. അപ്പോൾ ജീവിതം പോകും, മരിക്കാൻ പോവുകയാണ്. മരിക്കുമെന്ന് ഉറപ്പായി. പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ, നിത്യനായ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഈ ബിംബത്തെ നമസ്കരിക്കുക മാത്രം ചെയ്യുക. തൽക്കാലത്തേക്കൊന്ന് പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. എന്നാൽ ആ അഡ്ജസ്റ്റ്മെൻ്റ് സാഹചര്യം വന്നപ്പോൾ അവർ പറയുന്ന മറുപടിയാണ്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. എന്തൊരു തൻ്റെ ഇടമാണ്, എന്തൊരു ധൈര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനേകരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു സാഹചര്യം വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അവിടെ അതങ്ങ് ചേർന്ന് നിന്ന് അങ്ങ് ഒഴിവാക്കി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യമല്ല. നാം ഒരു ചെറിയ പഴുത് കൊടുത്താൽ പിശാച് നമ്മളെ നശിപ്പിച്ച് കളയും. ഇവിടെ അവരുടെ ജീവിതം പോകും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്നല്ല, നിന്നിട്ടില്ല എന്ന് എബ്രായരോട് അപ്പോസ്തലൻ പറയുകയാണ്. നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം. പ്രാണത്യാഗം എന്ന് വെച്ചാൽ എന്താണ്? പ്രാണം പോകും, മരിക്കേണ്ടി വന്നാലും. ശരിയാണ്. ഇപ്പോൾ നാം ഇരിക്കുന്നതായ മുറിയിലേക്ക് ഒരു വാതിലടച്ചിരിക്കുന്നു. കുറേ പേര് വന്ന് ശക്തമായി വാതിൽ തള്ളി തുറക്കുന്നത് പോലെ ഒരു ബഹളം കേൾക്കുന്നു.
പാപം ഇങ്ങനെ ഇരച്ചു വരികയാണ്, ചീത്ത ചിന്ത ഇരച്ചു വരികയാണ്, ചീത്ത മോഹങ്ങൾ ഇങ്ങനെ ഇരച്ചു വരികയാണ്. അയ്യോ, അവിടെയാ എൻ്റെ കൂട്ടുകാരികൾ ആ യൂത്ത് ഫെസ്റ്റിവലിന് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ആ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ അയ്യോ എനിക്ക് ചില കഴിവുകളുണ്ട്, ചില കലാവിരുതുകളുണ്ട്, അയ്യോ എനിക്കതൊക്കെ ഒന്ന് സാധിച്ചിരുന്നെങ്കിൽ. നമുക്ക് നമ്മുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം കൊണ്ടോ ആ പ്രവൃത്തിയിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഇപ്പോൾ നാം ആരും ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആളാകാൻ പോകുന്നില്ല. പക്ഷേ നാളെ ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്നതായിട്ടും അല്ലെങ്കിൽ വലിയ സ്റ്റേജുകളിൽ ഡാൻസ് കളിക്കുന്നതായിട്ടെല്ലാം മനസ്സിൽ ഭാവന നെയ്തു കൂട്ടുന്നു. ഈ ഭാവനകൾക്കും ഈ ചീത്ത ചിന്തകൾക്ക് പോലും ഇതല്ല, ഒരു ചീത്ത ചിന്തകൾക്ക് പോലും ഇടം കൊടുക്കരുത്. അങ്ങനെ ചിന്തകൾ ഇരച്ചു തള്ളി വരുമ്പോൾ നിങ്ങൾ പ്രാണത്യാഗത്തോളം ഇല്ല കർത്താവേ ഇതാ വരാൻ തുടങ്ങുകയാണ്, എൻ്റെ തലച്ചോറിലേക്ക് വരാൻ തുടങ്ങുകയാണ്, എൻ്റെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് എതിർത്ത് നിൽക്കണം. അതിനാണ് ആയുധങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ സർവായുധവർഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം എന്ന ആയുധം, വചനമെന്ന വാള്. കർത്താവിനെ പരീക്ഷിക്കാൻ പിശാച് വന്നപ്പോൾ കർത്താവ് 3 പ്രാവശ്യവും അതിനെ നേരിട്ടത് വചനം കൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ അവരെ ഈ ചെറുപ്രായത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്? അവർ ദൈവത്തോട് പറഞ്ഞ വാക്ക്. അന്ന് ഈ 3 ചെറുപ്പക്കാർ, ശദ്രക്, മേശക്ക്, അബേദ്നെഗോ, 3 ചെറുപ്പക്കാർ, അവരുടെ ഏറ്റവും വലിയ തോഴനും ആ കൂട്ടത്തിലെ ഏറ്റവും ഒന്നാമനുമായിരുന്നു ദാനിയേൽ പ്രവാചകൻ. ഇവർ 4 പേരായിരുന്നു. ഒന്ന് വായിക്കാം, 1-ാം അധ്യായം 15-ാം വാക്യം എടുത്തു വയ്ക്കാം. അവിടെ എന്താണെന്നറിയാമോ? കുറേ ബാബിലോന്യ അടിമകളായ യുവാക്കന്മാരെ പിടിച്ചു കൊണ്ടുവന്നു രാജാവ്, നല്ല കഴിവുള്ളവരെ. അപ്പോൾ ഇവർ 4 പേര് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചാലും, ഞങ്ങളെ ഒന്ന് ശോധന, ബാക്കി ബാലകന്മാരെല്ലാവരും രാജാവിൻ്റെ ഭോജനം കഴിച്ചോട്ടെ, രാജാവിൻ്റെ വീഞ്ഞ് കുടിച്ചോട്ടെ, ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഞങ്ങൾ വെറും സാധാരണ ഭക്ഷണം കഴിച്ച്, ഞങ്ങൾ എന്നും ഒരു നേരം ഉപവാസം എടുത്ത്, ഞങ്ങൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം, ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, അവരെ അങ്ങനെ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് കണ്ടത്? 1-ാം അധ്യായം 15-ാം വാക്യം. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുള്ളതിനേക്കാളും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അവർ അഴകുള്ളവരും അവർ മുഖശോഭയുള്ളവരും മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. 10 ദിവസം കഴിഞ്ഞു. ഈ രാജഭൃത്യന്മാർ നോക്കിയപ്പോൾ അവർക്ക് എന്തൊരു മുഖശോഭ! എന്താണ്? നിങ്ങളാരും മനസ്സറിഞ്ഞ് തെറ്റിലേക്ക് പോകുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, പാപത്തിൻ്റെ ശോധന വരുന്നുവെങ്കിലും വേണ്ടാദിനത്തിലേക്ക് പോകാൻ പലപ്പോഴും പോകുന്നില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലേക്ക് നോക്കൂ. കയ്യിൽ പച്ചകുത്തിയും ഏത് രീതിയും മുടിവെട്ടിയും ഈ ലോകത്തിൻ്റെ ഏതഴുക്കിലും എന്തും സംസാരിച്ചെന്നും പറയുന്ന, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി പോകുന്ന, പറയാൻ സങ്കടമുണ്ട് അല്ലേ, ഓരോന്ന് കേൾക്കുമ്പോൾ പ്രയാസമുണ്ട്. ഇന്നലെ കേട്ടു, ഒരു ചെറുപ്പക്കാരൻ 10-ാം ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ, അവൻ്റെ ആൻറ്റിയെ അവൻ ചവിട്ടി. എന്തിനാണെന്നറിയാമോ? അവന് മുറിക്ക് വാതിൽ വേണം, മൊബൈൽ നോക്കുമ്പോൾ ആരും അടുത്തേക്ക് വരരുത്, ചവിട്ടി എന്നാണ് കേട്ടത്. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ലോകം? എന്താണ് ഇന്നത്തെ തലമുറ? അങ്ങനെ അവർ ദൈവവിശ്വാസമില്ലാത്തവരായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും വളരെ കരുതലായി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ ഏതോ ഒരു ജീവച്ഛവം പോലെ നടക്കുന്ന ആളുകൾ. കാരണം പിശാചിങ്ങനെ പിഴിഞ്ഞ് എല്ലാ നീര് ഊറ്റി കുടിക്കുകയാണ്. ആരോഗ്യം കളയുന്നു. അല്ല, അപ്പുറം തുറന്ന് പറയുന്നില്ല. ജീവിതത്തിലെ ചിന്തകളിലേക്ക് വരുമ്പോഴേക്കും പഠിക്കാൻ എല്ലാം പോകുന്നു. ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ 10-ാം ക്ലാസ് വരെ 10-ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് 600-ൽ 540 മാർക്ക്, 90% മാർക്ക് അന്നുണ്ടായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗുള്ള വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എന്നാൽ പ്രീ ഡിഗ്രിക്ക് എന്നപ്പോഴേക്കും പാപത്തിലേക്ക് വീണു. ഒന്നും പറയണ്ട, ഒന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. മനസ്സ് മുഴുവൻ ലോകത്തിലേക്കായിപ്പോയി. ജസ്റ്റ് പാസ്സായി. 1-ാം വർഷം എൻ്റെ പ്രീ ഡിഗ്രിയിൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റു. അന്ന് എൻ്റെ അച്ഛൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു. മദ്യപിച്ചിട്ടാണ്, പക്ഷേ എങ്കിലും അത് ആത്മാർത്ഥത എന്നുള്ള കരച്ചിൽ ഞാൻ കണ്ടു. എന്തൊരു സങ്കടമായിരുന്നു അന്ന്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അറിയുന്നത് കാണുമ്പോൾ നിത്യനായ ദൈവം നമ്മെ നോക്കി വേദനിക്കുന്നതോ?
അതുപോട്ടെ, ഇവിടെ പറയുന്നത് എന്താണ്? ലോകത്തിൻ്റെ മക്കൾ അവര് ശോഭയില്ലാത്തവരായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ അവർ വചനം വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണെങ്കിൽ എന്തൊരു മുഖശോഭയാണ് അവർക്ക്. പിന്നെ 17-ാം വാക്യം വായിക്കാം, 1:17. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും അവര് ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിൽ അവര് തീരുമാനങ്ങൾ എടുത്തപ്പോൾ, രാജാവിൻ്റെ ഭോജനം വേണ്ട, രാജാവിൻ്റെ വീഞ്ഞ് വേണ്ട, ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം മതി, ഞങ്ങളുടെ ദൈവം മാത്രം മതി എന്ന് തീരുമാനിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അവർക്ക് സകല പരിജ്ഞാനത്തിലും സകല വിദ്യയിലും നിപുണതയിലും സാമർഥ്യവും കൊടുത്തു. സാമർഥ്യവും നിപുണതയും സാമർഥ്യവും എല്ലാം സ്വർഗം കൊടുക്കുകയാണ്. നമുക്കുള്ള ജ്ഞാനം ഉയരത്തിൽ നിന്നാണ് വരുന്നത്. പരീക്ഷാ ഹാളിൽ ജ്ഞാനം സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കൈകൾ ചെയ്യുന്നത്, കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. എല്ലാം സ്വർഗം തരും. 19-ാം വാക്യം. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. വേറെ ഒരുത്തനെയും നോക്കിയപ്പോൾ ഇവർക്ക് തുല്യരായി ആരെയും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ 4 ബാലകന്മാർ അവർ ദൈവനാമത്തിൽ നിന്നപ്പോൾ സാമർഥ്യം, ജ്ഞാനം, വിവേകം, കരവിരുതുകൾ അവർക്ക് തുല്യരായി ആരുമില്ല. ദൈവമക്കളെ ജയിക്കാൻ ഈ ലോകത്തിൻ്റെ മക്കൾക്ക് കഴിയില്ല. ലോകത്ത് പല കാര്യങ്ങൾ തോൽവിയൊക്കെ വന്നു വന്നേക്കാം, പക്ഷേ ദൈവമക്കളായിരിക്കും ആത്യന്തികമായി ജയിക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഈ ബാലകന്മാർ, ഈ ബാലികമാർ എന്താണ് ചെയ്യേണ്ടത്? 119-ാം സങ്കീർത്തനം 9-ാം വാക്യവും 11-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അതിൻ്റെ ലിവിങ് ബൈബിൾ ഇങ്ങനെയാണ്: ഹൗ ക്യാൻ എ യങ് മാൻ, ഞാൻ അതിൻ്റെ ചേർത്തൽ യങ് വിമൻ കൂടെ ചേർത്തു, ഹൗ ക്യാൻ എ യങ് മാൻ ഓർ വിമൻ സ്റ്റേ പ്യുവർ? എങ്ങനെ ഒരു വ്യക്തിക്ക് ബാലൻ തൻ്റെ നടപ്പിനെ, ബാലിക തൻ്റെ നടപ്പിനെ, യുവാവ് യുവതി തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത്, പ്യുവറായി കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. ബൈ റീഡിങ് യുവർ വേർഡ് ആൻഡ് ഫോളോയിങ് ഇറ്റ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിനാലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനാലും തന്നെ. അതാണ് ദൈവത്തിൻ്റെ വചനം വായിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത്, മനസ്സാന്തരപ്പെട്ട കാലത്ത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ബൈബിൾ വായിച്ച് സ്കൂളിലേക്കോ ജോലിക്കോ പോകുന്നവർ, അത് ശീലമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കണം. അന്നൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പോൾ ഫിലിപ്പിയർ 4-ാം അധ്യായം വായിച്ചെന്നിരിക്കട്ടെ. 4:19 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകാനാകുന്നു. അങ്ങനെ 2-3 വാക്യം എഴുതി പോക്കറ്റിലിടും. അപ്പോൾ 22-23 വയസ്സുകളിൽ എനിക്ക് എറണാകുളത്തെ ജോണി, അന്ന് ടൈ ഒക്കെ കെട്ടി, ഈ മോഡീസ് റോക്സിൻ്റെ സർവീസ് എഞ്ചിനീയറാണ്. അപ്പോൾ അവിടെ ബൈക്കിലൊക്കെയാണ് പോകുന്നത്. എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുമ്പോൾ പോക്കറ്റിൽ പേപ്പർ എടുക്കും, എന്നിട്ടിങ്ങനെ നോക്കും, വീണ്ടും വായിക്കും, പോക്കറ്റിലേക്ക് ഇടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം അങ്ങനെ ദിനം പ്രതി വായിക്കുന്നവരായിരിക്കണം. വായിച്ചാൽ മാത്രം പോരാ, അത് അതേപടി അനുസരിക്കുന്നവരായിരിക്കണം. നിങ്ങളങ്ങനെ ദിനം പ്രതി ദൈവത്തിൻ്റെ വചനം വായിച്ച് വരുമ്പോൾ ഒരു വാക്യം പറയുമ്പോഴേക്കും ചാടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ദിനം പ്രതി ബൈബിൾ വായിക്കുന്ന എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുവാനും ചെലവഴിക്കാനും ഞാൻ തീരുമാനിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി 11-ാം വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഐ ഹാവ് തോട്ട് മച്ച് അബൌട്ട് യുവർ വേർഡ്സ്. ഞാൻ കൂടുതൽ സമയവും നിന്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ആൻഡ് സ്റ്റോർ ദം ഇൻ മൈ ഹാർട്ട്. എന്നിട്ട് അതെല്ലാം എൻ്റെ ഉള്ളിൽ ഞാൻ സംഗ്രഹിച്ച് വെച്ചുകൊണ്ടിരുന്നു. സോ ദാറ്റ് ദേ ഷുഡ് ഹോൾഡ് മീ ബാക്ക് ഫ്രം സിൻ. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ഞാൻ പാപത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ദൈവത്തിൻ്റെ വചനം എന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു, പിറകോട്ട് പിടിക്കുന്നു. അയ്യോ മോനെ, അങ്ങനെ ചെയ്യല്ലേ. എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? നിങ്ങളുടെ ചിന്തകളെപ്പോഴും ഐ ഹാവ് തോട്ട് മച്ച് അബൌട്ട് യുവർ വേർഡ്സ്. ദൈവത്തിൻ്റെ വചനം ദൈവീക ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുക. പണ്ട് ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് തന്നു.
അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കിവിക്ക് കലവില എന്ന് പറയുന്നത് കേട്ടപ്പോൾ പാർലമെൻറ്റിലെ ആളുകൾ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, there will be a time you will all hear me. നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്ന ഒരു ദിവസം വരും, നിങ്ങളെല്ലാവരും എന്നെ കേൾക്കും. പിന്നെ ആയപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടു. ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം ഇന്ന് ലോകം കുറിച്ചു വെച്ച് ഇങ്ങനെ കോട്ട് ചെയ്ത് അനേക സ്ഥലങ്ങളിൽ എഴുതപ്പെടുകയും കാണപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞു, നർച്ചർ യുവർ മൈൻഡ് വിത്ത് ഗ്രേറ്റ് തോട്ട്സ്. നിങ്ങളുടെ ഹൃദയം മുഴുവൻ നല്ല നല്ല ചിന്തകളാൽ, നല്ല പരിപോഷിപ്പിക്കുന്ന ചിന്തകളാൽ നിങ്ങൾ നിറയ്ക്കുക. നർച്ചർ യുവർ മൈൻഡ് വിത്ത് ഗ്രേറ്റ് തോട്ട്സ് ആൻഡ് യു ക്യാൻ നെവർ ഹോ ഹയർ അബോവ് ദാൻ യുവർ തോട്ട്സ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഒരിക്കലും മുകളിലേക്ക് വരുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട ഏറ്റവും വലിയ ചിന്ത എന്താണ്? കർത്താവേ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ബൈബിളിൽ സുവിശേഷം എഴുതിയതായ മർക്കോസ് ഉണ്ട്, മത്തായി ഉണ്ട്, ലൂക്കോസ് ഉണ്ട്, യോഹന്നാനുണ്ട്. കർത്താവേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബൈബിളിൽ ഇല്ലാത്തതായ ഒരു 5ാമത്തെ സുവിശേഷമായി, ജിപ്സി സ്മിത്താണത് പറഞ്ഞത്. കർത്താവേ, ഞാനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതം ഒരു സുവിശേഷമായി, ഒരു വിശുദ്ധിയായി ഈ തലമുറയിൽ എൻ്റെ ശരീരമോ എൻ്റെ മനസ്സോ എൻ്റെ ആഗ്രഹങ്ങളോ വികാരങ്ങളോ ഒന്നും ദുഷ്ടൻ തൊടാതെ സംശുദ്ധമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തെ ചിന്ത കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. എന്താണ്? ഞാൻ ഇന്ന് പാപത്തിൽ വീഴുന്നവനാണ്. പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ ചാഞ്ചാടുന്നവനാണ്. ശക്തമായ പ്രലോഭനങ്ങൾ വരുമ്പോൾ അറിയാതെ പാപം ചെയ്തു പോകുന്നവളുമാണ്. എന്നിട്ടും നീ എന്നെ സ്നേഹിച്ചു, നീ എനിക്ക് പലപ്പോഴും പാപങ്ങൾ കഴുകിത്തന്നു. കർത്താവേ, എന്നാൽ ഒരു ദിവസം വരും, എന്നാണെന്നറിയാമോ? എൻ്റെ തലയ്ക്ക് മുകളിലൂടെ റാഞ്ചൻ പക്ഷികൾ കടന്നു പോകും, എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു പോകും. എന്നാൽ ഈ ലോകത്തിലെ ഒരു ചിന്തയും, ഒരഴുക്കും, ഒരരുതാത്ത വികാരങ്ങളും എന്നെ തൊടാത്ത നിൽക്കുന്ന ഒരു ജയജീവിതത്തിൻ്റെ ഉടമസ്ഥനായി ഇന്നു മുതൽ ഞാൻ തീരും. കർത്താവേ, അതിനായി എൻ്റെ ജീവിതം ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ബാലകന്മാരെടുത്ത തീരുമാനം എന്താണ്? ഒരു കാരണവശാലും ഞങ്ങൾ രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടും രാജാവിൻ്റെ ഭോജനം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല. ഒരൊറ്റ തീരുമാനമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് കർത്താവ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഒരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധിയാക്കുകയില്ല എന്ന് ആരിപ്പോൾ ദൈവത്തോട് വാക്ക് പറയുന്നുണ്ട്? യേശുക്രിസ്തു അരികിൽ വന്ന് നിൽക്കുന്ന സമയമാണ്. എവിടെയെല്ലാം അശുദ്ധമായി പോയിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജാഗരിക്കാം, നിങ്ങൾക്ക് ധ്യാനിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് സമർപ്പിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം പറയുന്ന ഈ ദേവദാസന്മാർ ഒന്നും അറിഞ്ഞിട്ടില്ല ഇന്ന് പകൽ ഞാൻ എന്താണ് ചെയ്തത് എന്ന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന വീഴ്ചയൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല. കർത്താവേ, ഞാൻ നിരാശപ്പെട്ടിരിക്കുകയാണ്, ഞാൻ മടുത്തിരിക്കുകയാണ്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. കർത്താവേ, ഈ യേശു ആരാണ്? യേശുവിനോട് സ്നേഹം എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ജയജീവിതം എങ്ങനെയാണ് കിട്ടുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അതിങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു തരാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കിപ്പോൾ അറിയാം, അവൻ്റെ ഉയർന്നു നിൽക്കുന്ന ആണിപ്പാടുള്ള തൃക്കരം യേശു നിങ്ങളുടെ വാക്കിൽ മാനിച്ചുകൊണ്ട് നിങ്ങളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ, ആ തങ്ക തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി അങ്ങ് വന്ന് വീണ് കഴിഞ്ഞാൽ, അതിലൂടെ വ്യാപരിക്കുന്ന കുരിശിലെ സ്നേഹം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ആള് മാറാൻ തുടങ്ങും, നിങ്ങൾ പുതിയ അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങും, നിങ്ങളുടെ ബുദ്ധി പ്രകാശിക്കാൻ തുടങ്ങും, നിങ്ങൾ ജയജീവിതത്തിന് സാക്ഷികളാകാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ തലമുറയിൽ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ വിശുദ്ധരായി ഇനിയുള്ള കാലം ജീവിക്കാൻ തുടങ്ങും. ആര് സമർപ്പിക്കുന്നു, ആര് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരും മാത്രം യേശുക്രിസ്തു മാത്രം കാണട്ടെ. ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ എന്നെ തന്നെ അശുദ്ധിയാക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നവർ മാത്രം ഒരു കരങ്ങളെ എന്ന് ഉയർത്തട്ടെ. ദൈവമക്കൾ, ദൈവദാസന്മാർ പ്രാർത്ഥിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരമൊന്ന് ഏതാ പറഞ്ഞതും പറയാത്തതും എല്ലാം കർത്താവ് ക്ഷമിച്ചു തരട്ടെ. നിങ്ങളെ ഇപ്പോൾ കർത്താവ് കഴുകിത്തരട്ടെ. നിങ്ങളുടെ മനസ്സിനെ കർത്താവ് പ്രകാശിപ്പിക്കട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വർഗീയ സന്തോഷം ഇടിച്ചിറങ്ങട്ടെ. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കട്ടെ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ.
കേൾക്കട്ടെ, നിങ്ങളുടെ നാവിലൂടെ സ്വർഗത്തിലെത്തി കത്തി പടരട്ടെ, കൂട്ടായ്മ ഉണരട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൈകൾ താഴ്ത്തിയിടാൻ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, നല്ല ഒരു ദിവസത്തിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങൾക്ക് തന്ന എല്ലാ ശുശ്രൂഷകളും സ്വർഗം തുടങ്ങി തന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, എല്ലാറ്റിലും അവിടെ നിന്ന് നിറപടിയായി ഇറങ്ങി വന്ന് ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്കൊന്നും തരാനില്ല. ഞങ്ങൾ ഇനിയുള്ള ആയുസ് വീണ്ടും അവിടെ പാതപ്പെടുത്തി ഞങ്ങൾ പുതുക്കി സമർപ്പിക്കുന്നു. കർത്താവേ, ഇവിടെ ഇരുന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങൾ കൂടിക്കാണമേ, കൃപയിൽ പരിപാലിക്കണമേ. എല്ലാ മഹത്വത്തോടും മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.